ഹലോ, ഇന്നൊരു സ്കിൻ കെയർ കം ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയായിരുന്നു കുറേ വർഷം എൻ്റെ ഫേസ്. ഇപ്പം അതിൽ നിന്ന് മാറിയിട്ടുള്ള ഫേസാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുരുക്കൾ എപ്പോഴും വന്നു പോകുന്നൊരു ഫേസായിരുന്നു എൻ്റെ. ഒരു 6th സ്റ്റാൻഡേർഡിൽ ഞാൻ പീരിയഡ്സ് ആയപ്പോൾ തൊട്ടാണ് എനിക്ക് പിമ്പിൾസ് വന്നു തുടങ്ങിയത്. അന്നൊക്കെ വീട്ടുകാർ പറഞ്ഞത് ഇത് പ്രായത്തിൻ്റെയാണ്, കുറച്ച് കഴിഞ്ഞാൽ പൊക്കോളുന്നു. പക്ഷേ 10th കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഒരു 18-20 വയസ്സായിട്ടും പിമ്പിൾസിന് ഒരു കുറവും കാണാണ്ടായപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇനി ഇതിനെ വിട്ടാൽ ശരിയാവില്ല എന്ന്. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് മെഡിസിൻസ് 6 മാസത്തോളം എടുത്തിട്ടാണ് എൻ്റെ പിമ്പിൾസ് പോയത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുറേ യൂട്യൂബ് വ്ളോഗേഴ്സ് നോക്കി ചെയ്യുന്ന സ്കിൻ കെയർ റെമഡീസും പിന്നെ സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്തു. ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ തന്നെയാണ് ഞാൻ എനിക്ക് ചേർന്ന ഒരു സ്കിൻ കെയർ എടുത്തത്. പിന്നെ കുറേ പ്രൊഡക്ട്സ് മേടിച്ച് പൈസ പോയിട്ടുണ്ട്, കുറേ ഒന്നും നമുക്ക് സ്യൂട്ടാവാത്തതുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ ചെയ്യാൻ നമുക്ക് സ്യൂട്ടായത് കണ്ടുപിടിക്കാൻ ഇത്തിരി പാടാണ്. പക്ഷെ ഇപ്പം എനിക്ക് നല്ലൊരു സ്കിൻ കെയർ റുട്ടീനുണ്ട്. ഇപ്പോഴും പിമ്പിൾസ് വരില്ല എന്നല്ല, പക്ഷെ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഒരു പിമ്പിൾ വന്നു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവാണ്ട്, അല്ലെങ്കിൽ ഒരു 4-5 പിമ്പിൾ കഴിയുമ്പോൾ അതിനെ ക്യൂർ ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പിമ്പിൾസ് ഉള്ള ഫേസ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു സ്കിൻ കെയർ കണ്ടുപിടിക്കാൻ, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായത്. എനിക്ക് ചേർന്നത് നിങ്ങൾക്ക് ചേരില്ല, നിങ്ങൾക്ക് ചേർന്നത് എനിക്ക് ചേരില്ല. അപ്പം നമുക്ക് പറ്റിയൊരു സ്കിൻ കെയറും ഒരു റുട്ടീനും ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇതൊന്ന് കൺട്രോൾ ചെയ്ത് ഫേസ് അത്യാവശ്യം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.